ISL-ൽ തുടർച്ചയായ രണ്ടാം സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് സെമി കാണാതെ പുറത്ത്. അധിക സമയത്തേക്ക് നീണ്ട പ്ലേ ഓഫ് പോരാട്ടത്തിൽ ഒഡീഷ FC 1-നെതിരെ 2 ഗോളിന് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതോടെയാണ് മത്സരം അധിക സമയത്തേക്ക് കടന്നത്. 98-ാം മിനിറ്റിൽ ഇസാക് റാൽത്തയാണ് ഒഡീഷയുടെ വിജയ ഗോൾ നേടിയത്. ഗോൾ മടക്കാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കിണഞ്ഞു ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. മത്സരത്തിൽ ഒഡീഷ നേടിയ 2 ഗോളുകൾക്കും റോയ് കൃഷ്ണയാണ് വഴിയൊരുക്കിയത്. നിശ്ചിത സമയത്ത് ബ്ലാസ്റ്റേഴ്സിനായി ഫെഡറർ സെർണിച്ചും ഒഡീഷയ്ക്കായി ഡിഗോ മൗറീഷ്യയും ലക്ഷ്യം കണ്ടു. ഒഡീഷ സെമിയിൽ നിലവിലെ ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി ഏറ്റുമുട്ടും. പ്രത്യാക്രമണങ്ങളുമായി ഇരു ടീമുകളും കളർന്നെങ്കിലും ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 23-ാം മിനിറ്റിൽ മർത്താദ ഫാൾ ഒഡീഷയ്ക്കായി വലകുലുക്കിയിരുന്നു. ഒന്നിലേറെ ഒഡീഷ താരങ്ങൾ ഓഫ്സൈഡ് ആയിരുന്നിട്ടും ഗോൾ നൽകുകയാണ് റഫറി ആദ്യം ചെയ്തത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചതോടെ റഫറി തീരുമാനം പിൻവലിച്ചു. നിരവധി അവസരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് തൊലച്ചത്. 67-ാം മിനിറ്റിൽ സെർണിച്ചിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തി. ഐമൻ ബോക്സിനുള്ളിലേക്ക് നൽകിയ പന്ത് നിലം പറ്റിയുള്ള ഷോട്ടിലൂടെ സെർണിച്ച് വലയിലെത്തിച്ചു. നിശ്ചിത സമയം തീരാൻ 3 മിനിറ്റ് ബാക്കി നിൽക്കെ ഡിഗോ മൗറീഷ്യയുടെ ഗോളിലൂടെ ഒഡീഷ സമനില പിടിച്ചു. റോയ് കൃഷ്ണ ബോക്സിന്റെ വലതുഭാഗത്തു നിന്ന് നൽകിയ ക്രോസിന് മൗറീഷ്യയ്ക്ക് കാല് വെച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. 81-ാം മിനിറ്റിൽ സെർണിച്ചിന് പകരക്കാരനായ അഡ്രിയൻ ലൂണ കളത്തിലിറങ്ങി. പക്ഷേ കാര്യമായ ചലനമുണ്ടാക്കാനായില്ല. പരിക്കേറ്റ ദിമിത്രിയസ് ഡയമൻഡോക്കോസ് ടീമിലുണ്ടായിരുന്നില്ല. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.